വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ 6 മാറ്റങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് വേർതിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഡേറ്റിന് മുൻപ് തന്നെ നിങ്ങൾക്ക് പീരിയഡ്സ് ആണോ പ്രഗ്നൻസി ആണോ ആയതെന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കുക കേട്ടോ. ഈ 6 മാറ്റങ്ങളും ഉണ്ടാകുന്ന ശരീര അവയവം എന്ന് പറയുന്നത് ബ്രസ്റ്റ് ആണ്. പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ട് യൂട്രസ് പ്രിപ്പയർ ആവുന്നത് പോലെ തന്നെ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റത്തെ സമയം മുതൽ തന്നെ ബ്രസ്റ്റും കൂടി പ്രിപ്പയർ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര വിസിബിൾ ആയിട്ടുള്ള പല ചേഞ്ചസും നിങ്ങൾക്ക് ബ്രസ്റ്റിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കും. എന്നാൽ ചില ആളുകൾക്ക് കൺഫ്യൂഷനാണ്, ഇത് പ്രഗ്നൻസിയുടേതാണോ പീരിയഡ്സിൻ്റെതാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നതിനെ പറ്റിയിട്ട്. നിങ്ങളുടെ ആ ഒരു ഡൗട്ട്സ് ഫുള്ളായിട്ട് ക്ലിയർ ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോ. അപ്പോൾ മുഴുവൻ വരെ കേൾക്കാനായിട്ട് നോക്കുക. ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ശരീരം നല്ലോണം ശ്രദ്ധിച്ചോളാം കേട്ടോ. ഡെയിലി നമ്മുടെ ചാനലിൽ ലൈവ് സെഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻറ്ററാക്ട് ചെയ്യാവുന്നതാണ്. അതിൽ നമുക്ക് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് പോകാം. ഒരിക്കലും ഒരു ഡോക്ടർ പറഞ്ഞു തരുന്ന എക്സ്പേർട്ട് ആയിട്ടുള്ള ഒപ്പീനിയനോ വാലിഡ് ആയിട്ടുള്ള ടിപ്സോ എനിക്ക് പറഞ്ഞു തരാനായിട്ട് അറിയില്ല. കാരണം ഞാനൊരു ഡോക്ടറല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒപ്പീനിയന് വേണ്ടിയിട്ടും ട്രീറ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ടും നിങ്ങൾ ഡോക്ടറെയാണ് സമീപിക്കേണ്ടത്. ഇവിടെ ചാനലിൽ മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ട് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ടിപ്സാണ്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്, എക്സസൈസുകളാണ്, അതുപോലെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെയാണ് ഇതിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം നമുക്ക് ആ ഡിഫറൻസ് പറഞ്ഞു പോകാം കേട്ടോ. പീരിയഡ്സിൻ്റെ ബ്രസ്റ്റും അതുപോലെ പ്രഗ്നൻസി ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന ബ്രസ്റ്റ് ചേഞ്ചസും. ഇപ്പോൾ നിങ്ങൾക്ക് സൈസിലും വെയിറ്റിലും ഒക്കെ ഉള്ളൊരു വ്യത്യാസം. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമുക്ക് സൈസ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ 32 ആയിരുന്ന ഒരാൾ പയ്യെ സൈസ് കൂടി 32ൻ്റെ ആ ഒരു ബ്രായിൽ നമുക്ക് കംഫർട്ട് കിട്ടാത്ത രീതിക്ക് സൈസ് ഇൻക്രീസ് ആയിട്ട് വരുന്നത് പോലെ തോന്നും. മുതുക് ഭാഗമൊക്കെ ആ ബ്രായുടെ ആ ഒരു സ്ട്രാപ്പ് വരുന്ന ഭാഗമൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ട് തുടങ്ങും. പ്രഗ്നൻസി സമയത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ആൻഡ് ഇത് ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട റീസൺ ആണ് ബ്ലഡ് ഫ്ലോ കൂടുന്നതും അതുപോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റിന് അവിടെയുള്ള ഗ്ലാൻസ് ഡെവലപ്പ് ആകുന്നതുമാണ് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകാനായിട്ടുള്ള കാരണം. പെട്ടെന്ന് തന്നെ ഡേറ്റ് മിസ്സായി കഴിയുന്ന സമയം മുതൽ 32-ൽ നിന്ന് 34 ആവുകയല്ല കേട്ടോ. ഗ്രാജുവലി ഒരു 15 ദിവസത്തിനകത്തൊക്കെ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഒരു 30 ഡേയ്സ് ഒക്കെ ആകുമ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ ഒക്കെ എൻഡ് ആകുന്ന സമയത്ത് ഈ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി നമുക്ക് പീരിയഡ്സിൻ്റെ നോക്കാം. പീരിയഡ്സ് ആകുന്ന സമയത്ത് അങ്ങനെ ബ്രസ്റ്റിന് ഭയങ്കര ഒരു സൈസ് വ്യത്യാസം ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ഒന്ന് ഹെവി ആയിട്ടിരിക്കുന്നത് പോലെ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകാം. പക്ഷെ അങ്ങനെ വെയിറ്റ് കൂടുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻ പീരിയഡ്സ് ആകുന്ന സമയത്ത് ബ്രസ്റ്റിൽ ഉണ്ടാവില്ല കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ ഇന്നേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്താണ്, ബ്രാ ഇടുന്ന സമയത്ത്, അതുപോലെ ഡ്രസ്സ് വളരെയധികം ഷേപ്പിലാണ് നിങ്ങൾ ഡ്രസ്സ് തയ്ച്ച് വെച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇടുമ്പോൾ നെഞ്ചുവശം നല്ല പതിഞ്ഞു പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. അതായത് ഷേപ്പിൽ നിൽക്കാതെ ആ ഒരു നന്നായിട്ട് പതിഞ്ഞിട്ട് ആ ഒരു ബ്രസ്റ്റിൻ്റെ ആ പോർഷനിൽ ഡ്രസ്സ് ഇടുമ്പോൾ മറന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാം കേട്ടോ. അടുത്തതായിട്ടുണ്ടാകുന്നത് നമുക്കുണ്ടാകുന്ന ടെൻഡർനെസ് ആണ്. അതായത് ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന വേദന. നമുക്ക് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ബ്രസ്റ്റ് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് തോന്നുകയും പെയിൻഫുൾ ആവുകയും ചെയ്യുന്നു. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുക, ഭയങ്കര അസ്വസ്ഥതകൾ ഫീൽ ചെയ്യുക, ഡ്രസ്സ് തലയിൽ കൂടി ഊരുന്ന സമയത്താണെങ്കിലും ഈ ഒരു ഡിസ്കംഫേർട്ട് നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പീരിയഡ്സ് ആവുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടായതെങ്കിൽ ഇത് കുറച്ചായിരിക്കും നിങ്ങൾക്ക് വേദന ഫീൽ ചെയ്യുന്നത്, ഒരിക്കലും ഹെവി ആയിരിക്കില്ല. അതുപോലെ തന്നെ ഈ ഒരു പെയിൻ നിങ്ങൾക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 2-3 ഡേയ്സിനകത്ത് തന്നെ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. മറ്റേ സിറ്റുവേഷനിൽ അങ്ങനെയല്ല, നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവില്ല, ബ്ലീഡിങ് ഫുള്ളായിട്ട് സ്റ്റോപ്പ് ആയി പോവുകയാണല്ലോ. ആ ഒരു വ്യത്യാസത്തിലൂടെ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു ഡിഫറൻസ് നമുക്ക് പറ്റുന്നത് നിപ്പിളും അതുപോലെ നിപ്പിളിന് ചുറ്റുമുള്ള ഭാഗം ഏരിയോളാസിൻ്റെ പോർഷനിലുമാണ് നമുക്ക് ഉണ്ടാകുന്നത് കേട്ടോ. നിപ്പിള് നോർമലി ഡാർക്കായിട്ട് ലാർജായിട്ട് വരുന്നത് പോലെ നമുക്ക് തോന്നും, അതുപോലെ ഡാർക്കൺ ആവുന്നത് പോലെ തോന്നും. നിപ്പിളിന് ചുറ്റുമുള്ള ഒരു സ്കിന്ന് നിങ്ങൾക്ക് നേരത്തെ ഒരു പ്രഗ്നൻസിയുടെ മുൻപുള്ള സമയത്തൊക്കെ ബ്രൗൺ ഷെയ്ഡിലായിരിക്കും ഉണ്ടാകുന്നത്. ബ്രൗണിൻ്റെ ഏറ്റവും ലൈറ്റർ ഷെയ്ഡിലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. എന്നാൽ പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നിപ്പിളിൻ്റെ കളറ് ചുറ്റുമുള്ള ആ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന കളറ് ഒന്നും കൂടി ഡാർക്കണായിട്ട് വരുന്നു. ബ്രൗണിൽ നിന്ന് പെട്ടെന്ന് ബ്ലാക്കിലോട്ട് മാറുകയല്ല, പക്ഷേ ആ കളറിൻ്റെ ചേഞ്ചസ് നിങ്ങൾക്ക് വിസിബിൾ ആകും. ഡേ ബൈ ഡേ ബ്രൗണിൻ്റെ ഏറ്റവും ഡാർക്കർ ഷെയ്ഡിലോട്ടും അതുപോലെ ഏറ്റവും ആ ഒരു പ്രഗ്നൻസിയുടെ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ഒരു ബ്ലാക്കിഷ് ആയിട്ടുള്ള ബ്ലാക്കും ബ്രൗണും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലോട്ട് ഇത് മാറിപ്പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ പ്രഗ്നൻസി സമയത്തല്ലാതെ പീരിയഡ്സിൻ്റെ സമയത്ത് ഈ ഒരു തരത്തിലുള്ള മാറ്റം ഒരിക്കലും നിങ്ങൾക്ക് ബ്രസ്റ്റിൽ ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഇല്ല കേട്ടോ. അതുപോലെ തന്നെ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് നിപ്പിളിൻ്റെ സൈസ് വർദ്ധിച്ചു വരാനായിട്ട് ചാൻസ് ഉണ്ട്. നോർമലി നിങ്ങളുടെ നിപ്പിൾ സൈസ് കുറഞ്ഞതും പതിഞ്ഞുമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ആ നിപ്പിളിൻ്റെ ആ ഒരു സർക്കിൾ പോർഷൻ ഉണ്ടല്ലോ, അത് നന്നായിട്ട് വലുതാകുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. നിപ്പിളിൽ ടച്ച് ചെയ്യുന്ന സമയത്താണെങ്കിലും ഭയങ്കര വേദന നിങ്ങൾക്ക് അനുഭവപ്പെടാം. അതുപോലെ ചില ആളുകൾക്ക് ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണ് നിപ്പിൾ എപ്പോഴും ഇജക്റ്റ് ചെയ്ത് പുറത്തേക്ക് നിൽക്കുന്നത് പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുക. നമുക്ക് ഈ കുളിച്ചിട്ട് വരുന്ന അവസ്ഥയിൽ ഒരുപാട് തണുപ്പുള്ള
ആയിട്ടുള്ള അവസ്ഥയിലൊന്നും നമുക്കത് പറയാൻ പറ്റില്ല. കാരണം ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് കൊണ്ടായിരിക്കും അവരിങ്ങനെ ഇറക്റ്റ് ചെയ്ത് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. പക്ഷെ അതല്ലാത്ത സിറ്റുവേഷനിലും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ബ്രസ്റ്റിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പ്രഗ്നൻസിയുടെ ആകാനായിട്ടും ചാൻസ് ഉണ്ട്. പീരിയഡ്സിന്റെ സമയത്ത് ഇതുപോലുള്ള വ്യത്യാസങ്ങളോ കളർ ചേഞ്ചോ നിപ്പിളിന്റെ സൈസിലുള്ള വ്യത്യാസമോ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. അടുത്തത് വെയിൻസ് ആണ്. വെയിൻസ് വെച്ചിട്ട് നമുക്ക് പ്രഗ്നൻസി നോക്കാനായിട്ട് സാധിക്കും, കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റിന് ആ നിപ്പിളിന്റെ ഭാഗമല്ല, നേരെ മറിച്ച് അതിന്റെ മുകളിലുള്ള ഒരു സ്കിന്നില്ലേ, അതിന് ചുറ്റുമുള്ള ഭാഗങ്ങളിലൊക്കെ വെയിൻ, നമ്മുടെ ഞരമ്പ് നന്നായിട്ട് വിസിബിൾ ആകാനായിട്ട് തുടങ്ങും. ബ്ലൂയിഷ് ആയിട്ടുള്ള ഷെയ്ഡിലോ ഗ്രീനിഷ് ആയിട്ടുള്ള ഷെയ്ഡിലോ ആയിരിക്കും വെയിൻസ് കൂടുതൽ വിസിബിൾ ആകുന്നത് കേട്ടോ. അങ്ങനെ അല്ലാത്ത ഒരു ബോഡിയാണ് നിങ്ങളുടെ എങ്കിൽ നിങ്ങൾക്കത് എളുപ്പത്തിൽ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മിററിൽ നോക്കുക, കുളിക്കുന്ന സമയത്ത് മിററിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്രസ്റ്റിൽ എങ്ങനെയാണ് ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ വെയിൻസ് ഒക്കെ വിസിബിൾ ആകുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഒന്നും വിസിബിൾ ആകാതെ സഡൻ ആയിട്ടാണ് ഒരു ചേഞ്ചസ് വരുന്നതെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവ് ആയതിന്റെ ആകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ബ്രസ്റ്റിലോട്ട് നല്ല രീതിക്ക് രക്തയോട്ടം വർദ്ധിക്കുന്നുണ്ട്. ഇതുമൂലമാണ് വെയിൻസ് നിങ്ങൾക്ക് വിസിബിൾ ആകാനായിട്ട് തുടങ്ങുന്നുണ്ട്. വെയിൻസ് ഒക്കെ നന്നായിട്ട് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങും. ബ്രസ്റ്റിന് നന്നായിട്ട് നറിഷ് ചെയ്യാനും ഗ്ലാൻസ് ഒക്കെ നന്നായിട്ട് പ്രവർത്തിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നല്ലപോലെ നറിഷ് ചെയ്യിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ഒരു ബ്ലൂയിഷോ അല്ലെങ്കിൽ ഗ്രീനിഷോ ആയിരിക്കും. ഇനി നേരെ മറിച്ച് പീരിയഡ്സ് ആണെങ്കിൽ പീരിയഡ്സിൽ അങ്ങനെയുള്ള ചേഞ്ചസ് ഒന്നും നമുക്ക് ബ്രസ്റ്റിൽ കാണാനായിട്ട് സാധിക്കില്ല കേട്ടോ. അടുത്തത് നിപ്പിളിന് ചുറ്റുമുള്ള സ്മോൾ ബംസ് ആണ് കേട്ടോ. പലർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, ഏർലി പ്രഗ്നൻസി സ്റ്റേജിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് നിപ്പിളിന് ചുറ്റും സ്മോൾ ബംസ് നമുക്ക് ഫീൽ ചെയ്യുക. സ്മോൾ ബംസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കയ്യിൽ രോമമൊക്കെ ഉള്ളവർക്കൊക്കെ രോമാഞ്ചമൊക്കെ വരില്ലേ, രോമം ഇല്ലാത്തവർക്ക് രോമാഞ്ചം ഉണ്ടാവും. ആ രോമാഞ്ചമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് രോമമൊക്കെ നല്ലോണം വടി പോലെ നിൽക്കുന്ന സമയത്ത് താഴെ സ്കിന്നിൽ കുഞ്ഞിങ്ങനെ ബംസ് പോലെ കുഞ്ഞു കുരുക്കൾ പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല, ഈ ചൂടൂരൊക്കെ വരുന്ന പോലെ. ആ ഒരു രീതിക്കായിരിക്കും നിങ്ങൾക്ക് ബ്രസ്റ്റിന് ചുറ്റും ബംസ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര കൂടുതലായിട്ട് നമുക്ക് വിസിബിൾ ആകാനായിട്ട് തുടങ്ങും. ഇത് സാധാരണയുള്ള സിറ്റുവേഷനിൽ വളരെ കുറച്ച് മാത്രം ചിലവർക്ക് ഉണ്ടാകാം. പക്ഷേ പ്രഗ്നൻസി ആകുന്ന സിറ്റുവേഷൻസിൽ ഈ ബംസ് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ പലർക്കും തന്നെ. ഈ ബംസ് ഇങ്ങനെ കൂടുതലായിട്ടും ഡെവലപ്പ് ആയിട്ട് വരുന്നത് നമ്മളുടെ നിപ്പിളിനെ നന്നായിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം നിപ്പിളാണല്ലോ പിന്നീട് അങ്ങോട്ടേക്ക് കുഞ്ഞിനെ സക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുഞ്ഞു ബംസ് നിങ്ങൾക്ക് വരുന്നത്. അതൊരിക്കലും പെയിൻഫുൾ അല്ല കേട്ടോ. നിങ്ങൾ തൊട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൽ പെയിൻഫുൾ ഒന്നുമല്ല, നോർമൽ ആയിട്ടുള്ള രീതിക്കായിരിക്കും. അങ്ങനെ ഇറിറ്റേഷൻ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടാണ് ബ്രസ്റ്റിലുണ്ടാവുന്ന ഇച്ചിങ്. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് പലർക്കും ബ്രസ്റ്റിൽ ഇച്ചിങ് ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ബ്രസ്റ്റിന്റെ സൈസ് വർദ്ധിക്കുമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ആ സ്കിൻ എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഇച്ചിങ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ ഉണ്ടാകുന്ന അടുത്തൊരു ചേഞ്ച് ആണ് അവിടെ ഉണ്ടാകുന്ന സ്ട്രെച്ച് മാർക്സും. ഇതും നിങ്ങൾക്ക് ആ ഒരു ആമിന്റെ ഭാഗത്ത്, നമ്മുടെ ആ ഒരു കൈക്കുഴിയുടെ ആ ഒരു ഭാഗത്ത് നിന്ന് നേരെ ആ ഒരു ബ്രസ്റ്റിന്റെ സ്കിന്നിലോട്ട് ഇങ്ങനെ സ്ട്രെച്ച് മാർക്സ് വരുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം കേട്ടോ. ഇതും സ്കിൻ എക്സ്പാൻഡ് ആവുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത്. ആ ഭാഗത്തൊക്കെ നന്നായിട്ട് നമുക്ക് ചൊറിച്ചിലുണ്ടാകുന്ന സമയത്ത് കൂടുതലും ഇങ്ങനെ ചൊറിയാണ്ടിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതൽ ചൊറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറിറ്റേഷൻ, സ്ട്രെച്ച് മാർക്സ് ഭാവിയിൽ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് എണ്ണ ഇട്ടിട്ട് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷൻ മുതൽ നിങ്ങൾ നിപ്പിൾ നന്നായിട്ട് എണ്ണയിട്ട് പുറത്തേക്ക് വലിച്ചുകൊണ്ടിരിക്കുക. കുളിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുക. അതല്ലെങ്കിൽ നിപ്പിൾ അകത്തേക്ക് പോകാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് സക്ക് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി പോകും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒന്നും നമുക്കങ്ങനെ പീരിയഡ്സിൻ്റെ സമയത്ത് ഉണ്ടാകാനായിട്ട് ചാൻസ് ഇല്ല. അങ്ങനെ ചൊറിച്ചിലോ സ്ട്രെച്ച് മാർക്സോ ഒന്നും പീരിയഡ്സിൻ്റെ സമയത്ത് നമുക്ക് പീരിയഡ്സിന് മുന്നോടിയായിട്ട് ഉണ്ടാവാറില്ല കേട്ടോ. അടുത്തൊരു മാറ്റം ഉണ്ടാവുന്നത് കൊളസ്ട്രോൾ ലീക്കേജ് ആണ്. പ്രഗ്നൻസി ആകുന്ന സമയത്ത് ചില സ്ത്രീകൾക്ക് ബ്രസ്റ്റിന് ലീക്കേജ് ഉണ്ടാവാറുണ്ട്. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കളറിൽ എന്തെങ്കിലും ലിക്വിഡ്സ് ആയിരിക്കും നോർമലി ബ്രസ്റ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് വളരെ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ബ്രസ്റ്റ് ലീക്കേജ് എന്ന് പറയുന്നത്. പീരിയഡ്സിന് തൊട്ട് മുൻപായിട്ട് ബ്രസ്റ്റിൽ നിന്ന് അങ്ങനെ ലീക്കേജ് ഉണ്ടാവില്ല. പക്ഷെ നേരെ മറിച്ച് നിങ്ങളുടെ ശരീരത്തിൽ പ്രൊലാക്റ്റിൻ ഹോർമോണിന്റെ ലെവൽ ക്രമാതീതമായി കൂടുകയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ബ്രസ്റ്റിൽ നിന്ന് ലീക്കേജ് ഉണ്ടാവാം കേട്ടോ. ഈ പ്രൊലാക്റ്റിൻ ഹോർമോണാണ് നമ്മുടെ ശരീരത്തിൽ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആക്കുന്ന നമ്മുടെ ബ്രസ്റ്റിനെ പ്രിപ്പയർഡ് ആക്കുന്ന ഒരു ഹോർമോൺ. ഇത് നന്നായിട്ട് കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് വരുന്നത് പോലെ തന്നെ ആ ഒരു വൈറ്റ് കളർ ഉണ്ടാവില്ല. പക്ഷെ ബ്രസ്റ്റ് മിൽക്കിന് പോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കളറിൽ ലീക്കേജ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രഗ്നൻസി അല്ലാത്ത സിറ്റുവേഷനിലും നിങ്ങൾക്ക് ഇതുപോലെ ലീക്കേജ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യരുത്. ഡോക്ടറെ പോയിക്കൊണ്ട് പറയണം ലീക്കേജ് ഉണ്ടെന്ന്. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഓവുലേഷൻ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ.
അപ്പോൾ ഇത്രയും മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഇനി ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ പ്രഗ്നൻസി ആകില്ല എന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. കാരണം ചിലവർക്കൊക്കെ ഈ ഒരു പ്രഗ്നൻസി സിംറ്റംസ് വരുന്നതിൻ്റെ ആ ഒരു കാലയളവിൽ വ്യത്യാസം ഉണ്ടാകും. ചില സ്ത്രീകൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയം മുതൽക്ക് തന്നെ ഈ ചേഞ്ചസ് ഒക്കെ നന്നായിട്ട് വിസിബിൾ ആയി തുടങ്ങും. എന്നാൽ മറ്റു ചില ആളുകൾക്ക് ചിലപ്പോൾ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിന്റെ എൻഡിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ മിഡിലൊക്കെ വെച്ചിട്ടായിരിക്കും ഈ ലക്ഷണങ്ങൾ വരുന്നത്. എപ്പോഴൊക്കെയാണെങ്കിലും നമുക്കൊരു പ്രഗ്നൻസി സമയത്ത് ഇതിൽ ഏതെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ എന്തായാലും ഫീൽ ചെയ്യാറുണ്ട്. അത് ചിലപ്പോൾ വരുന്നതിന്റെ ഡേറ്റിൽ പലർക്കും വ്യത്യാസം ഉണ്ടാകാം. അതുകൊണ്ട് ഈ ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ പ്രഗ്നന്റ് അല്ലെന്നോ നിങ്ങളുടെ പ്രഗ്നൻസി ഹെൽത്തി അല്ല എന്നല്ലെന്നോ അല്ലട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ സിംറ്റംസ് ഇല്ലെങ്കിലും നിങ്ങൾ പ്രഗ്നന്റ് ആകാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി എപ്പോൾ മുതൽ ഈ ലക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞ് ഉടനെ തന്നെ നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഞാൻ ഒന്നും കൂടി പറയുവാണ്, ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിൽ ഒട്ടും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബ്ലീഡിംഗ് എത്രത്തോളം ഉണ്ടാകുന്നുണ്ടെന്ന് നോക്കുക. എക്സ്പെക്ടഡ് ഡേറ്റിൽ ബ്ലീഡിംഗ് വരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പോകുന്ന രക്തത്തിന്റെ അളവ് വളരെയധികം കുറവാണെങ്കിൽ അപ്പോഴും നിങ്ങൾ പ്രഗ്നൻസി മസ്റ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ ഈ ഡിസ്കംഫർട്ട് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ പഴയ ബ്രാ തന്നെ യൂസ് ചെയ്ത് നിൽക്കാതെ സൈസ് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലെങ്കിൽ അതിൻ്റെ നന്നായിട്ടുള്ള പ്രവർത്തനത്തിന് ഇത് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രത്യേകമായിട്ട് മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. സെക്കൻഡ് പ്രഗ്നൻസി പെട്ടെന്ന് തന്നെ ആകുന്ന സ്ത്രീകൾക്ക് ബ്രസ്റ്റിലെ സൈസിൽ വ്യത്യാസമൊന്നും അനുഭവപ്പെടണമെന്നില്ല. ഓൾറെഡി കുഞ്ഞിനെ ഫീഡ് ചെയ്തത് കൊണ്ട് തന്നെ ബ്രസ്റ്റ് ചിലപ്പോൾ സാഗിങ് ആയിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ സൈസ് കൂടുതലായിട്ട് ഉണ്ടാവാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് സെക്കൻഡ് പ്രഗ്നൻസി ടൈമിൽ ഈ ബ്രസ്റ്റിനെ വലിപ്പം വെക്കുന്ന ബുദ്ധിമുട്ട് ഏറ്റവും എളുപ്പത്തിൽ തന്നെ അങ്ങനെ ഫീൽ ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.